ശ്രീ ഡീൻ കുര്യാക്കോസ്, ഈ ബെന്നി ബെഹനാന്റെ പിന്മാറ്റത്തോടുകൂടി VM സുധീരൻ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ 5 പേർക്കെതിരെ എന്നതിന് സാധൂകരണമാവുകയല്ലേ ചെയ്യുക? ബെന്നി ബെഹനാൻ പിന്മാറിയ അതേ കാരണങ്ങൾ മറ്റുള്ള ആളുകൾക്ക് മേലുണ്ട് എന്നത് ജനം മനസ്സിലാക്കുകയില്ലേ? കെ ബാബുവും അടൂർ പ്രകാശും പോലുള്ള ആളുകൾക്ക് മേലുള്ള ആക്ഷേപങ്ങൾ KPC പ്രസിഡന്റിന് അടക്കം എതിർക്കാൻ തോന്നുന്നത്രക്ക് വലുതാണ് എന്ന് മനസ്സിലാക്കുന്ന ജനം പിന്നെ അവരെ എങ്ങനെ വിജയിപ്പിക്കുമെന്നാണ് താങ്കൾ കാണുന്നത്? അതായത് അത് അവിടെയാണ് ജനങ്ങളെ സംശയത്തിന്റെ മുൾമുനയിൽ കൊണ്ടുവരുന്നത്. വെച്ചാൽ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ആരോപണ ശരങ്ങൾ ഉന്നയിച്ചാൽ എന്തുമാകാം എന്നതാണ് പ്രതിപക്ഷ കാഴ്ചപ്പാട്. ജനാധിപത്യത്തിന്റെ സ്പിരിറ്റ് നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ഈ അഴിമതി ആരോപണങ്ങൾ എന്നൊക്കെ പറയുന്ന വിധത്തിൽ ഇവർ കൊണ്ടുവരുന്നത് ഒന്നും തന്നെ ക്ലച്ച് പിടിക്കാതെ പോയ ഒരു കഴിഞ്ഞകാല ചരിത്രം ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ എന്താ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല മാധ്യമങ്ങളും പല അഭിപ്രായ സർവേ റിപ്പോർട്ടുകളും പുറത്തുവിടുന്നുണ്ട്. അല്ലല്ലോ ശ്രീ ഡീൻ കുര്യാക്കോസ്, അവിടെ ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ PM മനോജ് ചൂണ്ടിക്കാണിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ, അതായത് ഇത് പ്രതിപക്ഷത്തിന്റെ ആരോപണമല്ലല്ലോ, പ്രതിപക്ഷമല്ലല്ലോ നിങ്ങൾ ഇന്ന ആളുകളെ സ്ഥാനാർത്ഥികളാക്കരുത് എന്ന് പറയുന്നത്. ശ്രീ PM മനോജ് അടക്കമുള്ളവർ പറയുന്നത് ഇവരെ സ്ഥാനാർത്ഥികളാക്കൂ, ജനം വിലയിരുത്തട്ടെ എന്നാണ്. സ്ഥാനാർത്ഥികളാക്കരുത് എന്ന് പറയുന്നത് KPC പ്രസിഡന്റാണ്. അപ്പോൾ ആ ആക്ഷേപങ്ങൾക്ക്, ആരോപണങ്ങൾക്ക് സാധൂകരണം കൂടി വരികയല്ലേ ചെയ്യുക, സാധുത കൂടി വരികയല്ലേ ചെയ്യുക? അപ്പോൾ ജനം ഇത് വെച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് വോട്ട് ചെയ്യുക? പറയുന്നത് കേട്ടാൽ തോന്നും KPCC പ്രസിഡന്റ് അല്ല, നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും KPCC പ്രസിഡന്റ് മൈക്ക് വെച്ച് കെട്ടി പത്രസമ്മേളനം നടത്തി അല്ലെങ്കിൽ പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ച പോലെയാണല്ലോ. വേണ്ടായിരുന്നു, അങ്ങനെ വിചാരിക്കാമായിരുന്നു. അല്പം മുമ്പ് ബെന്നി ബെഹനാൻ വാർത്താ സമ്മേളനം നടത്തി KPC പ്രസിഡന്റ് താല്പര്യമില്ലാത്തതിനാൽ ഞാൻ പിന്മാറുന്നു എന്ന് പറയുന്നതോടുകൂടി മൈക്ക് കെട്ടി പ്രസംഗിച്ചതുപോലുള്ള ഇഫക്റ്റ് അല്ലേ ഉണ്ടാകുന്നത്? എന്നോട് താല്പര്യമില്ല, എന്താണ് കാരണം താല്പര്യമില്ലാത്തതിന്? ഇന്ന ആരോപണങ്ങളുള്ളതിനാണെന്ന് ജനം മനസ്സിലാക്കും. ജനങ്ങളെല്ലാം കൂട്ടിച്ചേർത്തല്ലേ വായിക്കുന്നത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, അദ്ദേഹം മൈക്ക് കെട്ടി പ്രസംഗിക്കുകയോ വാർത്താ സമ്മേളനം നടത്തി എനിക്ക് അതൃപ്തിയുണ്ടോ എന്ന് പറയണ്ട. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതിനാണ് ഞാൻ പിൻവാങ്ങുന്നത്, അദ്ദേഹം പിൻവാങ്ങേണ്ടുന്ന ആളല്ല എന്ന് കെ ബാബു അടക്കമുള്ളവർ, താങ്കളടക്കമുള്ളവർ പറയുമ്പോൾ എല്ലാം വ്യക്തമല്ലേ ആളുകൾക്ക് മുന്നിൽ? അല്ല, അവിടെ പ്രശ്നം ബെന്നി ബെഹനാൻ അദ്ദേഹത്തിന്റെ നിലപാട് വിശദീകരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമാണ്, അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ 2 അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ അത് ഈ രൂപത്തിലാകണമെന്നും ഇത് തന്നെയാണ് പ്രശ്നമെന്നും നമ്മൾ കൽപ്പിക്കുകയാണെങ്കിൽ അതെങ്ങനെ അംഗീകരിക്കാനാകും? അതല്ലല്ലോ അതിന്റെ ശരി. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസ്യത തകർച്ചയും വന്നിട്ടില്ല. അതായത് യഥാർത്ഥ ജനാധിപത്യ പരിശോധന അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ ജനകീയ കോടതിയാണ് ഇതെല്ലാം വിലയിരുത്തി റിസൾട്ട് പറയേണ്ടത്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് പല പ്രാവശ്യങ്ങളിലായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ള സൂചനകൾ അതിന് സാക്ഷി നൽകുന്നു. അപ്പൊ ജനകീയ കോടതിയിൽ ഞങ്ങൾ പരാജയപ്പെടുകയില്ല. ഇച്ഛാശക്തിയോടുകൂടി ഇവിടെ പറഞ്ഞല്ലോ പല ആരോപണങ്ങളും ഉണ്ടായി, അതിനൊക്കെ ഒരു പരിഹാരം രാജിയാണ് എന്ന് ജനാധിപത്യത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ രാജിവെക്കുകയായിരുന്നെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും നിർണായകമായ ഒരു നേട്ടങ്ങൾ സംഭാവന ചെയ്ത ഒരു ഗവൺമെന്റ് ഉണ്ടാവുകയില്ലായിരുന്നു. ഇവിടെ വികസനവും കരുതലും എന്ന നിലപാടിനനുസരിച്ചുള്ള ഒരുപാട് പല തെറ്റുകളും ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഈ അവസാന ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പല ഉത്തരവുകളും പിൻവലിച്ചതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. അതാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ശക്തി, ഇച്ഛാശക്തി അവിടെയാണ്. ഒരു തെറ്റുണ്ടായാൽ അത് പിൻവലിക്കാൻ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പേ അതിന് നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ മുൻപോട്ട് പോയി. അപ്പൊ ജനകീയ കോടതിയിൽ ഞങ്ങൾ പരാജയപ്പെടുകയില്ല. ആ ഉത്തമ വിശ്വാസം സാക്ഷ്യപ്പെടുത്തുന്ന വിധത്തിൽ പല സർവേ റിപ്പോർട്ട്. ഇപ്പോ സാധാരണ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ എങ്ങനെയാ? പ്രതിപക്ഷം വളരെ ഈസിയായി ഭരണരംഗത്തേക്ക് കടന്നു വരും. എത്ര സീറ്റുകളാണ് വിജയിക്കാൻ പോകുന്നത് എന്നത് മാത്രമായിരുന്നു പരിശോധന, അല്ലെങ്കിൽ ആ വിധത്തിലായിരുന്നു ചർച്ചകൾ. ഇപ്പോൾ അങ്ങനെയാണോ? ഇപ്പൊ ഭരണ തുടർച്ച ഒരു ചർച്ചയായി മാറിയിരിക്കുന്നു. ഇവിടെ ഏത് ഗവൺമെന്റ് വരും എന്നതിനെ സംബന്ധിച്ച് പല ആളുകൾക്കും ഇപ്പൊ PM മനോജ് ഇവിടെ ഇരുന്ന് വാദിക്കുമ്പോൾ മനോജിന് തന്നെ അറിയാം ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്നത് ഇവിടെ ഒരു ഭരണ തുടർച്ചയിലൂടെ ഐക്യജനാധിപത്യ മുന്നണി തന്നെയാണ്. അപ്പൊ ആ ഒരു തരത്തിലേക്ക് ഈ ഗവൺമെന്റിന്റെ പെർഫോമൻസ് വളർന്നു വന്നപ്പോ അതിന് നേതൃത്വം നൽകിയ മന്ത്രിമാർ, ആ നിലയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ലെങ്കിൽ മന്ത്രിമാർ ആ ഒരു വിധത്തിൽ അദ്ദേഹത്തെ ആ ഒരു ടീമായി മുൻപോട്ട് പോകാൻ ഗവൺമെന്റിന് മുഖമുദ്ര വികസനത്തിന്റെയും കരുതലിന്റെയും നിലപാട് അത് യാഥാർത്ഥ്യമാക്കാൻ ഒരു ടീമായി പ്രവർത്തിക്കാൻ പോയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ശ്രീ PM മനോജ്, താങ്കൾക്ക് പറയാം. ശ്രീ ഡീൻ കുര്യാക്കോസ് ഭരണഘടനയോട് ആദരവുള്ള, അത് അംഗീകരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഏത് കൊള്ളയും നടത്താം, ഏത് കൊലപാതകവും നടത്താം, എന്ത് കുഴപ്പമുണ്ടാക്കാം, അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു കുത്തക മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നാൽ അയാള് മാന്യനാകും, മഹാനാകും, കുറ്റവിമുക്തനാകും എന്നാണ്. അത് ശരിയായ രീതിയല്ല. അതായത്
പിന്നെ തെരഞ്ഞെടുപ്പിന്റെ നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ ഓരോ മുന്നണികൾ മാത്രം ജയിക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഇതുപോലുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവച്ച് അവരെ ജയിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ കുറ്റം മുഴുവൻ അതോടെ കോടതിയിലുള്ള എല്ലാ കേസുകളും റദ്ദാക്കാമെന്നാണോ? അത് മിഥ്യാധാരണയാണ്. അതുകൊണ്ട് ഈ ജനകീയ കോടതി അങ്ങനെ ഇപ്പൊ ജയിച്ചു കളയാം എന്നൊക്കെ പറയുന്നത് ഈ കുറ്റങ്ങൾക്ക് ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നത് VM സുധീരൻ ഉന്നയിച്ച അഞ്ചു പേർക്കെതിരായിട്ടുള്ള കളങ്കം. ആ കളങ്കം ജനങ്ങളുടെ ജനവിധിയിലൂടെ കുത്തക മണ്ഡലത്തിൽ കൊണ്ടുപോയി അവരെ ജയിപ്പിച്ച് MLA ആക്കിയാൽ മാറ്റിക്കളയാം എന്ന ധാരണ തെറ്റാണ്. അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് യോജിക്കുന്നതല്ല എന്ന് ചെറുപ്പക്കാരനായ ഡീൻ കുര്യാക്കോസ് മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത് ധാർമ്മികതയുടെ പ്രശ്നമാണ്. ധാർമ്മികത, മനസാക്ഷി എന്നൊക്കെ പറയും. ഈ ധാർമ്മികത എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനസാക്ഷിക്കനുസരിച്ചുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ആരാച്ചാരുടെ ധാർമ്മികത ഒന്നാണ്, കാർഡിയാക് സർജന്റെ ധാർമ്മികത മറ്റൊന്നാണ്. ഇത് ഇടതുപക്ഷത്തിന്റെ ധാർമ്മികതയും വലതുപക്ഷത്തിന്റെ ധാർമ്മികതയും തമ്മിൽ വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ ഇതുപോലെയല്ല. ഇതിന്റെ ആയിരത്തിലൊന്ന് ആരോപണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരായി വന്നിരുന്നുവെങ്കിൽ ആ മന്ത്രി പിന്നെ അവിടെ ഉണ്ടാവുമായിരുന്നോ? നമ്മളിങ്ങനെ ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം വരുമായിരുന്നോ? അതായത് ഇടതുപക്ഷം, അതിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവർ ഇന്നതൊക്കെ ചെയ്യില്ല എന്നും ഇന്നതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുമുള്ള ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതാണ് ധാർമ്മികതയുടെ വ്യത്യാസം. ഇപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ, ഞാൻ എന്റെ മനസാക്ഷിക്കനുസരിച്ചുള്ളതാണ് ചെയ്യുന്നത്. കേരളത്തിൽ 3.5 കോടിയിലധികം ജനങ്ങളുണ്ട്. ഈ മനസാക്ഷി എന്ന് പറയുന്നത് 3.5 കോടി ജനങ്ങൾക്ക് 3.5 കോടി മനസാക്ഷിയാണ്. പക്ഷെ നിയമം ഒന്നേ ഉള്ളൂ. ആ നിയമം അനുസരിച്ച് ചെയ്യാൻ ബാധ്യസ്ഥനായ ഒരു മുഖ്യമന്ത്രി ഞാൻ മനസാക്ഷിക്കനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എന്റെ മനസാക്ഷിയാണ് എന്നെ നയിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് അത് നിയമവിരുദ്ധവും അത് അഴിമതിയിലേക്കും മറ്റ് അനാശാസ്യ പ്രവണതകളിലേക്കും ഭരണത്തെ നയിക്കാനുള്ള കാരണമാകുന്നത്. അതാണ് ചർച്ച. അടിസ്ഥാനപരമായ പ്രശ്നം അതാണ്. ആ പ്രശ്നം മാറ്റിവെച്ചുകൊണ്ട് ഇത് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, ഞങ്ങൾ ഇങ്ങനെയല്ലേ എന്ന് പറയുന്ന ഉപരിപ്ലവമായ ചർച്ച അല്ല ഇവിടെ നടത്തേണ്ടത്. നമ്മൾ ധാർമ്മികതയെക്കുറിച്ച് ചർച്ച ചെയ്യണം. ആ ധാർമ്മികതയെ നയിക്കുന്ന മനസാക്ഷിയെക്കുറിച്ച് ചർച്ച ചെയ്യണം. ആ മനസാക്ഷി ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ആ മനസാക്ഷി ബാധകമാകുന്നത് എന്നതാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ ജോൺ സാമുവൽ പറഞ്ഞ കൃത്യമായ കാര്യങ്ങളാണ്, അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ അത്തരം പ്രവണതകളുണ്ട്. ആ പ്രവണതകളെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് മാത്രം, അത് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ ഇനി 42 ദിവസമേ ഉള്ളൂ, ആ തെരഞ്ഞെടുപ്പിന് മുമ്പിലല്ല തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പിലെ ജനാധിപത്യത്തിന്റെ പോരായ്മകളെ കുറിച്ചും ചർച്ച ചെയ്യേണ്ടത്. മറിച്ച് അത് സ്ഥായിയായ എല്ലാ ഘട്ടത്തിലും നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ട, നമ്മൾ തിരുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ട ഒരു വിഷയമായി അത് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനാകണം. ശ്രീ ജോൺ സാമുവൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ വന്നിട്ടുണ്ട്. ശ്രീ ജോൺ സാമുവൽ, ഇതിനെ വെവ്വേറെ തന്നെ കാണുക, പരിഹരിക്കാനും പരിഗണിക്കാനും ഒക്കെ വിശാലമായിട്ടുള്ള ശരിയായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇക്കാര്യങ്ങളൊക്കെ വെവ്വേറെ കണ്ട് ബെന്നി ബെഹനാൻ മാത്രം പിന്മാറിയാൽ മതിയോ, മറ്റുള്ളവർക്കെതിരായുള്ള ആക്ഷേപങ്ങൾ അവിടെ ഇല്ലേ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശാലമായ തോതിൽ ചർച്ചയ്ക്ക് വിധേയമാക്കി മുന്നോട്ട് പോകുന്നത് പോകുമ്പോൾ തന്നെയല്ലേ നമ്മൾ അടിസ്ഥാനപരമായുള്ള പ്രശ്നങ്ങളെ സ്പർശിക്കുകയും അവയെ പരിഹരിക്കാനുള്ള ശേഷി നേടുകയും ചെയ്യുക, ഒരു ജനാധിപത്യ നാട്, പ്രദേശം എന്ന നിലയിൽ? ഞാനിത് വേറൊരു രീതിയിലാണ് കാണുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ എപ്പോഴും ഗ്രൂപ്പ് സമവാക്യങ്ങളും ഇഷ്യൂസ് ഇതൊന്നും പുതിയതല്ല. ഈ 4 പേരുടെ കാര്യം ആരോപണ വിധേയമായി കാര്യമൊക്കെ ശരിയാണ്. അവരെന്നും ഈ കഴിഞ്ഞ ഒരു 30 കൊല്ലം ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് തൊട്ട് ഇത് എല്ലാ പ്രാവശ്യവും നടക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യവും നടന്നു, 2006 നടന്നു. ഇതൊരു വലിയ പുതുമയല്ല. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, എനിക്കിപ്പോ 2 മുന്നണികളോടും പറയാനുള്ളത്, അവർക്ക് ചങ്കൂറ്റം ഉണ്ടോ ഒരു സമ്പൂർണ്ണ അഴിമതി നിരോധന ബില്ല് കൊണ്ടുവരുവാൻ? പിന്നെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ വന്നപ്പോ പറഞ്ഞല്ലോ, ആ ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അഴിമതി ആര് കൊണ്ടുവന്നാലും ആരോപണം മാത്രമല്ല, അതിനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു കാര്യമില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലും പത്രമാധ്യമങ്ങളിലും അഴിമതി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ നമ്മൾ ചർച്ച ചെയ്ത് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നത്? എന്തുകൊണ്ട്? ഇവിടെ ഇപ്പൊ പ്രകടനപത്രം വരുമല്ലോ, UDF-നും LDF-നും പറയാമെടുക്കോ, ലോക്പാൽ ബില്ല് മാതിരി, ജനലോക്പാൽ ബില്ല് മാതിരി ഒരു പൂർണ്ണമായ അഴിമതി ആര് വന്നാലും അവർ രാജിവെക്കണമെന്നുള്ള ഒരു ആരോപണം മാത്രം പോരാ, അത് ത്വരിതഗതി ചെയ്യാനൊക്കുമോ? ബാലകൃഷ്ണനുള്ള അഴിമതി ചെയ്തെന്ന് പറഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞാണ് അതിന് വിധി ഉണ്ടായത്? സുപ്രീം കോടതി വരെ പോവാം. അപ്പൊ ഇന്നിപ്പോ സംഭവിക്കുന്ന പറഞ്ഞാൽ ഒരു ഇമ്പ്യൂണിറ്റി വന്നിരിക്കുകയാണ്. ഇമ്പ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ ഇങ്ങനെ പോവുകയുള്ളൂ. ജനം സിനിക്കലായിരിക്കുകയാണ്.
ഇത് മാറ്റാൻ ചെയ്തില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പോലും വിശ്വാസ്യത ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യം വരുന്നത്. തീർച്ചയായും. വളരെ വളരെ നന്ദി ശ്രീ ജോൺ സാമുവൽ ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ CR നീലകണ്ഠൻ, കോൺഗ്രസിനകത്ത് 5 പേരെയും ഞാൻ മത്സരിപ്പിക്കും, ഇല്ലെങ്കിൽ ഞാൻ എന്റേതായ നിലപാട് കൈക്കൊള്ളും, ഞാൻ മത്സരിക്കുകയില്ല എന്ന നിലപാട് സർവശക്തനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൈക്കൊള്ളുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ശ്രീ PM മനോജ് പറയുന്നത് അദ്ദേഹം BJP-ക്കകത്തേക്ക് പോയി ആ മുന്നണിയുടെ ഭാഗമാകാൻ പോലും തയ്യാറായിരുന്നു എന്ന ആരോപണം കൂടെ അദ്ദേഹം ഉയർത്തുന്നു എന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ. ഇത് അദ്ദേഹം കൊടുത്തൊരു ഔദാര്യം വളരെ പ്രാഥമികമായ തോതിൽ നമ്മൾ കണ്ടാൽ ഉമ്മൻചാണ്ടി ഒരാളെയെങ്കിലും ഒരാളെ അങ്ങ് മാറ്റിയേക്കാം, അങ്ങനെ പൂർണ്ണമായിട്ടും തോറ്റു എന്ന വിഷമം VM സുധീറിന് വേണ്ട, അതുവഴി എല്ലാവരെയും പാര വെച്ച് തോൽപ്പിച്ച് കളയേണ്ട എന്ന ഒരു ഔദാര്യ പ്രകടനമായി നമ്മൾ കാണേണ്ടതുണ്ട്. അല്ല, ഞാൻ ഇതിൽ ഈ ഔദാര്യമാണോ, അല്ലെങ്കിൽ അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഇതൊരു ഔദാര്യമായിട്ടോ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടോ എന്തു വേണേ നമുക്ക് കാണാം. രാഷ്ട്രീയം അങ്ങനെയായി എന്ന് പറഞ്ഞാൽ അഴിമതി നേരത്തെ പറഞ്ഞത് ജോൺ സാമുവൽ പറഞ്ഞതുപോലെ ഒരു സ്വീകരിക്കപ്പെട്ട കാര്യമായി. ഇപ്പൊ ജൻലോക്പാൽ ബില്ലിനെ പറ്റി പറഞ്ഞു. ജൻലോക്പാൽ ബില്ല് ഒരു സർക്കാരും പാസ്സാക്കുന്നില്ലല്ലോ, ഡൽഹി ഒഴിച്ച് വരാക്കി ആരും പാസ്സാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് പാസ്സാക്കാത്തത്? RTI നമ്മൾ വളരെ ലളിതമായൊരു വിഷയം ഉന്നയിക്കുന്നു. പാർട്ടിയുടെ കാര്യം പറഞ്ഞു. എന്താ ചെയ്തത് ഇവിടെ? RTI തന്നെ ഇല്ലാതാക്കി. RTIയുടെ അഴിമതി കേസ് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥന്മാരുടെ RTI ഇല്ലാതാക്കി. അപ്പൊ ഇവിടെ ഈ പ്രശ്നത്തിൽ RTI രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധകമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന പാർട്ടിയെ ഞങ്ങള്. രാഷ്ട്രീയ പാർട്ടികൾക്ക് RTI ബാധകമാക്കണം. കാരണം എന്താ? ജനങ്ങൾ അറിയാത്ത എന്ത് കാര്യമാണ് രാഷ്ട്രീയ പാർട്ടിക്കുള്ളത്? ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ എന്താ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്? ഇവിടെ ഒരു പ്രധാന പ്രശ്നം അഴിമതി ഉണ്ടെങ്കിലും ജയിക്കുമെന്ന കോൺഫിഡൻസ് പലർക്കും ഉണ്ടായിരിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരിക്കുന്നു, മറ്റു പാർട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ അഴിമതി ആരോപണം ഉന്നയിച്ച ആരോപണം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം എന്നറിയില്ല, ഇടതുപക്ഷത്തുമുണ്ട്. അത് അവർക്കുമുണ്ട് കോൺഫിഡൻസ്. ഒരു പ്രശ്നമല്ല, ശിക്ഷിക്കപ്പെടില്ല, വിചാരണ ചെയ്യപ്പെടില്ല, എവിടെയും പോവില്ല, ഒരു കുഴപ്പവുമില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു പൊതുസമൂഹം ജനാധിപത്യം പരാജയപ്പെടുന്നു. എന്താ ജനാധിപത്യം പരാജയപ്പെടുന്നതിന്റെ കാര്യം? ജനങ്ങളുടെ ഇച്ഛയല്ല വരുന്നത്. ജനങ്ങളുടെ ഇച്ഛ വരണമെങ്കിൽ നേരത്തെ ചോദിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൽ ആർക്കാ തീരുമാനം? എല്ലാം കോൺഗ്രസ് ജനാധിപത്യം പറയുന്നു, മറ്റു പാർട്ടികൾ പറയുന്നു. ഏത് ജനാധിപത്യം? ആരുടെ ജനാധിപത്യം? ഇവിടെ ഒരു പ്രശ്നമുള്ളത് അവസാനം വരുമ്പോ ഇപ്പൊ മോളിൽ നിന്ന് എപ്പോഴാ വീഴാന്ന് ആലോചിച്ചിരിക്കണേ. അപ്പൊ ഇവിടെ ജനാധിപത്യം വരുന്നേ? ജനാധിപത്യം ഇല്ല. ഞാൻ ഒന്നിടപെടിക്കാണ് ശ്രീ CR നീലകണ്ഠൻ, സമയക്കുറവുകൊണ്ടാണ്. ശ്രീ ഡീൻ കുര്യാക്കോസ്, താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇത്രക്ക് അങ്ങേയറ്റം മോശമായി കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന രീതികളൊക്കെ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക്, രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ പറയാണ്ടി വരും വിധം ഈ കാര്യങ്ങളെ മോശമാക്കിയത് കോൺഗ്രസ് ആണ്, UDF ആണ് എന്നാണല്ലോ ശ്രീ PM മനോജ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വ്യത്യസ്തത അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ള വ്യത്യസ്തത, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പക്ഷത്തുള്ള വ്യത്യസ്തത അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തതിൽ ഒരു വിധത്തിലും ജനങ്ങൾ നിങ്ങളെ ദ്രോഹിക്കുകയില്ല എന്ന ആത്മവിശ്വാസം എങ്ങനെയാണ് വരുന്നത്? അങ്ങനെ ചെയ്തിട്ട് പോലും, നിങ്ങൾ ഇത്ര വലിയ കുറ്റം കാണിച്ചിട്ട് പോലും അതിന് നിങ്ങൾക്ക് ഒരു ശിക്ഷയും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരികയില്ല എന്ന ആത്മവിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എന്ത് കുറ്റം, എന്ത് ശിക്ഷ എന്നുള്ളതാണ് എന്റെ തിരിച്ചുള്ള ചോദ്യം. ഈ കുറ്റം എന്ന് പറയുന്നത് ആരാണ് തീരുമാനിക്കുന്നത്? ഞാൻ പറയട്ടെ, എന്നാൽ കുറ്റം ചെയ്തത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇവിടെ ഇപ്പോ പിണറായി വിജയനെ കുറിച്ച് മറുപടി പറയാൻ PM മനോജ് തയ്യാറുണ്ടോ? പിണറായി വിജയൻ കുറ്റവിമുക്തനാണോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആരോപണ വിധേയനല്ലേ? ഈ പറയുന്ന ധാർമ്മികത അദ്ദേഹത്തിന് മാത്രം എക്സെപ്ഷൻ ഉള്ള കാര്യമാണോ? മറുപടി പറയട്ടെ PM മനോജ്. ഒന്ന് മറുപടി പറഞ്ഞേക്കൂ ശ്രീ PM മനോജ്. ഞാൻ ഡീൻ കുര്യാക്കോസിനെ അവസാനിപ്പിക്കാമെന്ന് കരുതിയത്, പക്ഷേ ബന്ധപ്പെട്ട ഏത് ചോദ്യം എങ്ങനെ ഉയർന്നാലും മറുപടി പറയാനും അത് എത്ര നേരം വേണമെങ്കിലും പറയാനും ഞാൻ തയ്യാറാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ CR നീലകണ്ഠനും ഞാനും തമ്മിൽ നിരന്തരം ചർച്ച നടത്തിയിട്ടുണ്ട്. ഓരോ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് വസ്തുനിഷ്ഠമായിട്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചിട്ടുള്ള മറുപടി അല്ല പറയുക, അത് ഓരോ വസ്തുതകൾ നിരത്തിയുള്ള മറുപടിയായിരിക്കും. ഇതുപോലുള്ളതായിരിക്കും. പുതിയ വിഷയങ്ങളിലേക്ക് പോകാതെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, സമയക്കുറവുണ്ട്. സനീഷ, ഒരു കാര്യം, KM മാണിയെ പുറത്താക്കിയത്, KM മാണി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത് മറ്റാരും പറഞ്ഞിട്ടല്ല, അദ്ദേഹം സ്വമേധയാ രാജിവെക്കാനുണ്ടായത്. കുത്തിക്കൊന്നു എന്ന് പറഞ്ഞ ആളുകളെ സ്ഥാനാർത്ഥിയാക്കി എന്തെങ്കിലും പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള അതിനെ കുറിച്ച് PM മനോജ് എന്താ പറയാനുള്ളത്? ഇതൊക്കെ പറയാനുണ്ടാകും. അദ്ദേഹത്തിന് സമയം കൊടുക്കാൻ സമയം നമ്മുടെ കയ്യിലില്ല. ശ്രീ ഡീൻ കുര്യാക്കോസ്, താങ്കളുടെ ഈ ചർച്ച പുതിയ വിഷയങ്ങളിലേക്ക് പോകാതെ അവസാനിപ്പിക്കുന്നതാകും. നിങ്ങൾ പറയുന്നത് ധാർമ്മികത
നിങ്ങൾ അല്ല, പറയുന്ന KM ധാർമ്മികത രാജിവെച്ചു. ആ മറ്റുള്ളവർക്ക് മാത്രമുള്ളതാണ്, ഞങ്ങൾക്കതില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥം? എന്ത് ശിക്ഷയാണ് ചെയ്തത്? എന്ത് കുറ്റമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്? ധാർമ്മികമായിട്ട് തന്നെയാണ് എന്ത് കാര്യങ്ങൾ കുറ്റമാണ് ചെയ്യുന്നത്. ശ്രീ ബെന്നി ബെഹനാൻ ചെയ്തത് ശ്രീ ഡീൻ കുര്യാക്കോസ്? എന്ത് കുറ്റമാണ് ശ്രീ ബെന്നി ബെഹനാൻ ചെയ്തത് ശ്രീ ഡീൻ കുര്യാക്കോസ്? നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എന്ത് കുറ്റം ചെയ്തതിനാണ് ബെന്നി ബെഹനാനെ അദ്ദേഹം മത്സരിക്കുന്നിടത്ത് അദ്ദേഹം വിജയസാധ്യതയുണ്ട്, നിങ്ങൾ തന്നെ മത്സരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളെല്ലാം പ്രവർത്തകരെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിട്ടും എന്ത് കുറ്റം ചെയ്തിട്ടാണ് ബെന്നി ബെഹനാനെ മത്സരരംഗത്ത് നിന്ന് പിന്മാറേണ്ടി വന്നത്? ശ്രീ വി എം സുധീറിനോട് അക്കാര്യം ആവർത്തിച്ച് ഇത്രയ്ക്ക് ശക്തമായി നിങ്ങൾ ചോദിക്കാത്ത എന്തുകൊണ്ടാണ്? എന്തിനെയാണ് നിങ്ങൾ ഭയക്കുന്നത്? അല്ല, സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജനാധിപത്യ പ്രക്രിയ. അത് ഉൾപാർട്ടി ജനാധിപത്യം ഏറ്റവും അധികമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഉൾപാർട്ടി ജനാധിപത്യം അധികമുള്ള കോൺഗ്രസിനകത്ത് കുറ്റം ചെയ്തുകൊണ്ട് നിങ്ങൾ മത്സരിക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാനുള്ള അവസരമല്ലേ തന്നിരിക്കുന്നത് വി എം സുധീരൻ? ഇത് ബെന്നി ബെഹനാന് ബാധകമാണെങ്കിൽ മറ്റു 4 പേർക്കും ബാധകമാണെന്ന് ജനം കണക്കാക്കുകയില്ലേ? ഉമ്മൻചാണ്ടിക്ക് ബാധകമാണ് ഇക്കാര്യമെന്ന് കണക്കാക്കുകയില്ലേ? നിങ്ങളുടെ രാഷ്ട്രീയ പക്ഷത്തെ തോൽപ്പിക്കാനുള്ള കാരണങ്ങൾ ഇവയാവുകയില്ലേ? അല്ല, അങ്ങനെ അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ കാലം അത്രയും ഈ ആരോപണങ്ങളെല്ലാം ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് മുമ്പ് അവസരം ലഭിച്ചാൽ ഞാൻ പറഞ്ഞു, ഇവിടെ എത്ര സർവേ റിപ്പോർട്ടുകൾ വന്നു, എന്തേ അവിടെ ഒന്നും കാണാത്തത്? അപ്പൊ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ വിശ്വാസമുണ്ട്, ജനങ്ങൾക്ക് 100% വിശ്വാസമാണുള്ളത്. അപ്പൊ ആ ഒരു നിലയിൽ തന്നെ മികച്ച പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മുന്നണി ഗവൺമെന്റിന് ഒരു തുടർച്ച ഉണ്ടാകും, ആ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതാണ് താങ്കളുടെ നിലപാട്. വളരെ വളരെ നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ PM മനോജ്, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ജോൺ സാമുവൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേളയിലേക്ക്